നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിളിനകത്തുള്ളൊരു ടിപ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഗൂഗിളിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം നിങ്ങൾ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ഫീച്ചറുകൾ അതെന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അത് കാണിച്ചിരുന്നതിന് വേണ്ടി ഒരു സൈറ്റ് ഓപ്പൺ ചെയ്താണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് അഡ്രസ്സ് കാണാൻ സാധിക്കും. അഡ്രസ്സിന് ഏറ്റവും ആദ്യത്തിൽ ചില ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം കാണിക്കും ഏറ്റവും ആദ്യത്തിൽ. ഇനി അത് കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഇതുപോലെ ഒരു 2 ലൈന് കാണും ഏറ്റവും ആദ്യത്തിൽ. നമ്മൾ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്തതിൻ്റെ ഏറ്റവും ആദ്യത്തിൽ അത് നമ്മൾ ആ അഡ്രസ്സ് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നോക്കുക 3 ഓപ്ഷൻ പ്രധാനമായിട്ടുണ്ട്. പല ആളുകളും ഈ ഒരു ഫീച്ചർ അറിയില്ല. ഒന്നാമത്തെ കണക്ഷൻ ഈസ് സെക്യൂർ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് എത്രത്തോളം സെക്യൂർ ആണെന്ന് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ എന്തെങ്കിലും ബഗ്ഗായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്പാമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഈ വെബ്സൈറ്റിനകത്തുണ്ടോ കാണാൻ സാധിക്കും. വെബ്സൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ലഭ്യമാണ്. ഇത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നുള്ളത്. നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തപ്പം 1.1 KB ഡാറ്റ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾ ഓരോ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും അത്രയും KB ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് സ്റ്റോർ ആകുകയും നിങ്ങൾ അറിയാതെ തന്നെ അത് നിങ്ങളുടെ ഫോണിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലുകൾ ഇവിടെ വെച്ചതാ ഇതുപോലെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡിലീറ്റ് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത മുതലുള്ള ഡാറ്റ ഇതുവരെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അബൌട്ട് ദിസ് പേജ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ സൈറ്റിൽ അതായത് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഓണർ, അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് റിലീസ് ചെയ്തിരിക്കുന്ന ഇയർ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് ലഭ്യമാകും. സാധാരണ മാത്രമല്ല, നിങ്ങൾ ചില മൊബൈൽ ഫോണിൽ ഇതോ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് അവസാനം 24 hours നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. സാധാരണ നമ്മൾ ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് സെക്യൂർ ആണോ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഏതെങ്കിലും KB ഫയലുകൾ അപ്ലോഡ് ആയിട്ടുണ്ടോ, നിങ്ങളുടെ ഫോണിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.